മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. നിസാർ അഹമ്മദാണ് അവളെ താങ്ങിയെടുത്ത് വരാന്തയിൽ കയറി പുരക്കകത്ത് പായിൽ കിടത്തിയത്. പിന്നെ കണ്ണു തുറന്നപ്പോൾ നല്ല പകലാണ്. പായ്ക്കടുത്ത് ഐഷ ഇരിപ്പുണ്ട്. ഐഷയുടെ ഉമ്മയുമുണ്ട്. കുഞ്ഞു പാത്തുമ്മയുടെ ഉമ്മ എന്തോ അരച്ചു കൊണ്ടുവന്ന് അവളുടെ നെറ്റിയിൽ പുരട്ടി. അതിന് നല്ല തണുപ്പുണ്ട്. അവളുടെ മൂക്കിലൂടെ പുറത്തേക്ക് വരുന്ന കാറ്റിന് നല്ല ചൂടുണ്ട്. തീയാണോ? അവളുടെ ബാപ്പ ആ മുറിയിലേക്ക് കയറി വന്നു. ഐഷയും അവളുടെ ഉമ്മയും എണീറ്റ് മാറി. ബാപ്പ ചോദിച്ചു, മകളെ, കഞ്ഞി വേണോ? ഒന്നും വേണ്ട, വിശപ്പും ദാഹവുമില്ല. എൻ്റെ മകൾ എത്ര ദിവസമായെന്നോ വല്ലതും കഴിച്ചിട്ട്? ബാപ്പ ദുഃഖത്തോടെ പറയുകയാണ്. ഓ, എന്തിനു ദുഃഖിക്കണം? അവൾ മരിക്കാൻ പോവുകയാണ്. കാറ്റ് വീശിത്തുടങ്ങി. കാറ്റ് വീശിത്തുടങ്ങി. ഇല ഇപ്പോൾ വീഴും. സത്യമായും കാറ്റ് വീശുന്നുണ്ട്. ഇലകൾ പാറുന്നു. മരങ്ങൾ കൂട്ടിമുട്ടുന്നു. മരണത്തിൻ്റെ കാറ്റായിരിക്കാം. മരണത്തിൻ്റെ ദൂതൻ വന്നു കഴിഞ്ഞോ? ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന കുഴൽ ഊതിത്തുടങ്ങിയിരിക്കാം. ഒടുവ് നാൾ അടുത്തിരിക്കുന്നു. വൃക്ഷങ്ങൾ കടപറഞ്ഞ് വീഴുകയും പർവ്വതങ്ങൾ കുലുങ്ങിത്തകർന്ന് പൊടിയായി ഭൂഗോളം ശൂന്യമാകാൻ പോവുകയാണോ? മഴ പെയ്യുന്നുണ്ട്. പുതുമണത്തിൻ്റെ മഴ. ആളുകൾ വർത്തമാനം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നു. പകലാണ്. പരുന്തിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. അതിനെ കാണാൻ വയ്യ. എങ്കിലും അത് ആകാശത്തങ്ങനെ വൃത്തത്തിൽ പിടിച്ച് ചിറകുകൾ അനക്കാതെ പറക്കുകയാണ്. മുറിയിൽ രാവുമല്ല പകലുമല്ല. അവൾക്ക് അനങ്ങാൻ വയ്യ. സർവാംഗം വേദനിക്കുന്നു. ആരോ അവളെ വെട്ടിനുറുക്കുന്നത് പോലെ 10,000 കൊച്ചു കഷ്ണങ്ങളാക്കി നുറുക്കുകയാണ്. കിളികൾക്ക് വിതറി ഇട്ടുകൊടുക്കാനായിരിക്കും. കിളികൾ അങ്ങനെ കൊത്തിവിഴുങ്ങി കളകളയായി പറന്നുപോകും. പിന്നെ കുഞ്ഞു പാത്തുമ്മ ആരോ വിളിക്കുന്നു. ആരാണത്? അവൾ കണ്ണു തുറന്നു. അവളുടെ ഉള്ള് ആളിപ്പോയി. നിസാർ അഹമ്മദിൻ്റെ ബാപ്പ മുറിയിൽ വന്നു നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇതിൽ കാറ്റും വെളിച്ചവും കടക്കണം. ആ ജനൽ അടച്ചിട്ടിരിക്കുന്നതെന്തിന്? നോവൽ തുടരും.